നോർത്ത് ഈസ്റ്റിന്റെ തട്ടകമായ ഗുവാഹത്തിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ആരാധകരുടെ കൂട്ടത്തെ കാണാതെ ബ്ലാസ്റ്റേഴ്സിന് പന്ത് തട്ടേണ്ടി വരില്ല. ഒരു കൂട്ടം ആരാധകരെ കണ്ട് പന്ത് തട്ടി തുടങ്ങിയ ബ്ലാസ്റ്റേഴ്സ് അത്ര വലിയ ഇമ്പാക്ട് ആദ്യ പകുതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാം. രാഹുലിന്റെ ഫോം ഔട്ടും ഗോളുമില്ലാത്ത ആദ്യ പകുതി നിരാശ തന്നെയായിരുന്നു ഫലം. രണ്ടാം പകുതിയിൽ നോർത്ത് ഈസ്റ്റിന്റെ ഫ്രീ കിക്കിൽ സച്ചിന്റെ പിഴവിലൂടെ അവർ ലീഡെടുത്തെങ്കിലും സൂപ്പർ നോഹ ബ്ലാസ്റ്റേഴ്സിനെ തന്റെ കഴിവുകൊണ്ട് ഒപ്പമെത്തിച്ചു. ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച സൈനിങ് താൻ തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കഴിഞ്ഞു. കണക്കിലും കളിയിലും ബ്ലാസ്റ്റേഴ്സ് തന്നെ മുന്നിട്ട് നിന്നെങ്കിലും റെഡ് കാർഡ് വാങ്ങിയ നോർത്ത് ഈസ്റ്റ് 10 പേരായി ചുരുങ്ങിയിട്ടും ബ്ലാസ്റ്റേഴ്സിന് സമനിലയിൽ തന്നെയായിരുന്നു കളി അവസാനിപ്പിക്കേണ്ടി വന്നത്. ലൂണ പറഞ്ഞ പോലെ പകരക്കാരന്റെ റോളിൽ എത്തിയത് സന്തോഷ വാർത്തയാണ്. പക്ഷേ പനി കഴിഞ്ഞു വരുന്ന താരത്തിന്റെ ബോഡി ലാംഗ്വേജിൽ ക്ഷീണം കാണാമായിരുന്നു. സോ ലൂണ അടുത്ത കളിയിൽ പവറാക്കും. എന്തായാലും ഐമന് അവസാനം കിട്ടിയ കിടിലൻ അവസരങ്ങൾ മുതലാക്കിയിരുന്നെങ്കിൽ മാത്രം നമുക്ക് വിജയിക്കാമായിരുന്നു. കൂടാതെ തന്നെ എത്രയോ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ലക്ഷ്യത്തിലെത്തിച്ചിട്ടില്ല. പോട്ടെ, ഇനി അടുത്ത കളിയിൽ പിടിക്കാം. കൂടെ തന്നെ പ്രീതം ഗോട്ടാൽ മച്ചാൻ ഒരു രക്ഷയുമില്ല. ബാക്ക് ടു ഫോം. ഇത് ബ്ലാസ്റ്റേഴ്സിന് സന്തോഷിക്കാനുള്ള വക തന്നെയാണ്. പിന്നെ ആകെ പറയാനുള്ളത് ദാനിഷിന്റെ എന്റെ മോനെ ഒരു രക്ഷയില്ല. ഇപ്പോഴും ആ ഒരു യൂസ്ലെസ് പ്ലേ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലൂണക്കൊപ്പം പട്ടിപ്പണിയെടുക്കാൻ ആത്മാർത്ഥതയുടെ നിറകുടമായ സൂപ്പർ നോഹയുടെ സാന്നിധ്യം തന്നെയാണ് ആകെ സന്തോഷം നൽകുന്ന ഏക കാര്യം. ഇനി അടുത്ത കളിയിൽ വിജയ പ്രതീക്ഷ അത്രമാത്രം. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.